നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത്, എന്നാലേ പൊളിക്കത്തുള്ളൂ. വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ മാങ്ങയുടെ ഞെട്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കണം, എന്നാലേ സെറ്റ് ആകത്തുള്ളൂ. അതിൻ്റെ കറയൊക്കെ കാണും അതിൻ്റെ ഇടക്കഥ. മാങ്ങ ഇട്ട് കൊടുക്കണം നമ്മുടെ അച്ചാറിനകത്ത്. എന്താ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞിട്ട് വേണം. ഞാൻ അരിപ്പ പാത്രത്തിൽ വെച്ചാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഗൈസ്, ദേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ വരികയാണ്. അപ്പൊ നമ്മള് കറികളൊന്നും ഇല്ലെങ്കിലും നമ്മള് ഒരു സാധനം കൂടി ചോറൊക്കെ തിന്നാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ വെച്ച് നല്ല അടിപൊളി മിക്സ് അച്ചാർ, മാങ്ങായും ഈത്തപ്പഴവും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ 2-3 ദിവസമായിട്ട് ഇതിന്റെ പുറകിലാണ്, നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലിട്ടു. അപ്പൊ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാങ്ങ എടുത്തിട്ടുണ്ട് 2 കിലോ. അതേ കണക്ക് തന്നെ ഈത്തപ്പഴവും എടുത്തിട്ടുണ്ട്. അതേപോലെ വിനാഗിർ, അതേ കണക്ക് തന്നെ കായപ്പൊടി, പിഴുപുളി, ശർക്കര, മുളക് പൊടിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളക്, ഉണ്ടമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, നല്ലെണ്ണ, ഉലുവ, കടുക്, പിന്നെ ഉപ്പ്. ഇവിടെ ഉപ്പ്. നമുക്ക് ഇത്ര ഐറ്റമാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. വേറെ കുറച്ച് പരിപാടികളുണ്ട്, അതാണ്. പുളിയിട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ പിഴുപുളി നമ്മൾ ഇച്ചിരി കുതിർത്താൻ വെക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഈ വെള്ളം മാത്രം മതി, ഇതിൻ്റെ പിശിലൊന്നും വേണ്ട, ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് സെറ്റായിട്ടിരിക്കട്ടെ, അപ്പോഴത്തേക്കും ഇത് സെറ്റായിക്കോളൂ. അപ്പൊ ഈത്തപ്പഴവും നമ്മൾ അതേ കണക്ക് തന്നെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് പ്ലേറ്റിനകത്തോട്ട് ആക്കി വെക്കുക. ഈത്തപ്പഴം ജസ്റ്റ് നമ്മൾ കുതിർത്തിയിട്ടൊന്ന് കഴുകിയെടുക്കും. അതിനകത്ത് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ശർക്കര ഒരു പ്ലേറ്റിനകത്തോട്ട് ചതച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പൊ ഇത് 3 ഐറ്റംസും കൂടെ കുതിർത്താൻ വെച്ചേക്കുവാണ്. ശർക്കര, പിഴുപുളി, ഈത്തപ്പഴം. അപ്പോൾ ഈ മാങ്ങയുടെ ഞെട്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കണം, എന്നാലേ സെറ്റ് ആകത്തുള്ളൂ. അതിൻ്റെ കറയൊക്കെ കാണും അതിൻ്റെ ഇടക്കഥ. അപ്പൊ മാങ്ങ കഴുകാം നമുക്ക്. അപ്പൊ മാങ്ങ അരിയണം. ഇതിങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ട് ആദ്യം ഒരു പീസ് വീഡിയോയിൽ കാണിക്കാണ്ട് ഇതാണ് നമ്മൾ ചെറിയ പീസായിട്ടാണ് നമ്മൾ അരിയുന്നത്. ഇത് ഈ ഒരു ലെവലിൽ നമ്മൾ നീളത്തി അരിഞ്ഞിട്ട് പിന്നെ ക്രോസ് ആയിട്ട് നമ്മൾ അരിഞ്ഞ് ഇത് ഈ ലെവലിൽ ഇടണം. ഇത് കണ്ട, ഇത് ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കുക. ഇനി എന്തായാലും ഞാൻ മൊത്തം അരിഞ്ഞിട്ട് വരാം. മാങ്ങ നല്ലതുപോലെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, വേണ്ട. ഇനി ഇതൊന്ന് കഴുകണം. നല്ലതുപോലെ കഴുകണം. അപ്പൊ ഗൈസ്, നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ മാങ്ങ അരിഞ്ഞ് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, അതേപോലെ തന്നെ ഈത്തപ്പഴം, പുളി, അതേപോലെ തന്നെ ശർക്കര എല്ലാം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നല്ലെണ്ണ, ഉപ്പ്, കടുക്, അത് മറ്റേ മറിച്ചെല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇടാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ നമ്മളിത് തീ കൊടുക്കുകയാണ്. തീ കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു ഉരുളിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം കുറച്ചുണ്ട്, കാണുമ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ ഉരുളിക്കകത്ത് വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. നമ്മൾ പവിത്രം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ചെറിയൊരു കുപ്പിയാണ് മേടിച്ചത്. ഇതിന്റെ സാമാനം മുറിച്ചിട്ടില്ല, ഇതിന്റെ മാർഗം കഴിച്ചില്ലായിരുന്നു. അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത്, എന്നാലേ പൊളിക്കത്തുള്ളൂ. നല്ലെണ്ണ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഉലുവായിട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഉലുവ ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അല്പം കടുകും കൂടി ഇട്ട് കൊടുക്കണം അതിന്റെ പുറകിൽ. കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി ഇട്ട് കൊടുക്കാൻ പോണത് കറിവേപ്പില.
കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ അടുത്തായിട്ട് ഇടാൻ പോണത് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി മെയിൻ ഐറ്റംസ് ആണല്ലോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതിൻ്റെ കൂടെ പച്ചമുളക് അല്ലേ, ഇത് ഇട്ടപ്പോ തന്നെ അച്ചാറിന്റെ മണം പിടിക്കുന്നുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ അച്ചാറിന്റെ മണം പിടിക്കും എന്താന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇത് സംഭവങ്ങളെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ അതേപോലെ തന്നെ ഉടുകന്ന് ഉലുവ എത്തിട്ടുണ്ടോ, അത് കണക്ക് തന്നെ കടുക് ഉലുവായും. അപ്പൊ നമ്മള് കുറച്ച് മഞ്ഞപ്പൊടി ഇടുകയാണ്. അതൊക്കെ ഇതിനകത്തുള്ളതാണ് പൊട്ടിത്തെറിച്ചൊക്കെ വീഴുന്നത്. പിന്നെ അതിന്റെ പുറകിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടിയിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നല്ല മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാനിവിടെ ഒരു 4-5 ടീസ്പൂൺ ഇട്ടെന്ന് തോന്നുന്നു. മുളക് പൊടിയും കൂടി ഇട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇത് നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഒഴിക്കാൻ പോണത് നേരത്തെ കുതിർത്താൻ വെച്ച ഈത്തപ്പഴവും ആ വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഈത്തപ്പഴം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഈ ഈത്തപ്പഴം നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വെന്ത് സെറ്റ് ആകണം, വെന്ത് അലിക്കണം. അപ്പൊ അതുപോലെ നല്ലതുപോലെ വേവട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മൂടി വെക്കുവാണേ. അപ്പം വെന്താ നോക്കാം. കുറച്ചു നേരമായി അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ അടുത്തായി. ഓ കറക്റ്റ് സമയം കണ്ട, വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയതേ കണ്ട, നല്ല വറ്റി ഉണങ്ങിയിരിക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യാൻ പോണത് ശർക്കര വെള്ളം ഒഴിക്കാൻ പോവുക. ശർക്കര വെള്ളം നമ്മൾ മറ്റേ അടിച്ച് സെറ്റാക്കിയിട്ട് അലിപ്പിച്ചെടുത്ത ഒന്ന് അരിച്ചൊഴിക്കണം. ഇതിനകത്ത് വല്ല മറ്റേ മട്ട നെയ്ര വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കരട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോട്ടേന്ന് വെച്ചിട്ടാണ് ആ ശർക്കര വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓരോന്ന് അങ്ങോട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ലെവൽ അങ്ങോട്ട് മാറും. ഇനി ഇതൊഴിച്ച് കുറച്ചും കൂടെ അങ്ങോട്ട് തിളപ്പിക്കണം. നല്ലതുപോലെ തീ കൂട്ടി വെച്ച് തീട്ട് വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പിശിടൊക്കെ എടുത്ത് കളയണം. നല്ലതുപോലെ ഇങ്ങനെ ഞെരടി എടുക്കണം. അപ്പോൾ നമ്മൾ പുളിയുടെ വെള്ളം ഒന്ന് അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. നമ്മൾ ഇളക്കിയിട്ട് ഇത് മൂടി ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം. നേരത്തെ വറ്റിച്ചെടുത്തതുപോലെ മൂടി വെച്ചൊന്ന് തിളപ്പിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ അച്ചാറിൻ്റെ പരുവം കണ്ട, ഈത്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല കുറുകുറാന്നും പറഞ്ഞിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ അയ്യവ നിൽക്കുമ്പോൾ തന്നെ ഇതായിട്ട് കിടക്കരുത്, നമുക്ക് അലിത്തിരിക്കണം. എന്നാലേ ഒരു ഫീൽ കിട്ടത്തുള്ളൂ അച്ചാർ. അല്ലാണ്ട് ഈ കടിച്ചു പൊട്ടിക്കുന്നതൊക്കെ മടുപ്പ്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് കിടക്കുന്നത്. ഇവിടെ ചെറിയൊരു കരണ്ടൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറക്കി പിടിക്കും. അല്ല എന്നെ എടുക്കണ്ട, ഇതിനകത്ത് ഇറക്കി പിടിക്കാം, പുകമയം വരാണ്ട്. അപ്പോൾ നല്ല ലെവലിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇനി ആഡ് ചെയ്യാൻ പോണത് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ അച്ചാറിനകത്ത്. എന്താ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞിട്ട് വേണം. ഞാൻ അരിപ്പ പാത്രത്തിൽ വെച്ചാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ല. മാങ്ങയും കൂടി ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം. മാങ്ങായിട്ട് പെരട്ടണം. ഇതിനകത്ത് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഉപ്പിടാനുണ്ട്. ഉപ്പിട്ടിട്ടില്ല നമ്മൾ ഗൈസ് ഇതുവരെ, അത് ഇടാണ്ടിരിക്കുന്നതാണ്. ഉപ്പിടാൻ വേറൊരാൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്, കുറച്ച് ഉപ്പിടിക്കാൻ. ഈത്തപ്പഴവും മാങ്ങായും കൂടെ മിക്സ് ആയിട്ടുള്ള അച്ചാറ് നിങ്ങൾക്ക് ഇടണോ? ഉപ്പിടുന്നതിലാണ് കാര്യം. ഈത്തപ്പഴവും മാങ്ങ അച്ചാറും കൂടെ നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കി നോക്കണം. വേറെ ലെവലാണ് മക്കളെ. പരുവം കണ്ട പരുവം. ഇതിനകത്തോട്ട് നമ്മളെ മെയിൻ ആയിട്ടായ വിനീഗർ കുറച്ച് ഉപ്പിടുവാണേ. ഇട്ടോട്ടെ ആയിട്ടോ, ഇടുവാണേ ഇട്ടോന്നു. ഈ ഉപ്പും വിനെഗറും കൂടെ നമ്മൾ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാനുണ്ട്. ഇനിയാണ് മിക്സിങ്. ഞാൻ കൊതിയാവുന്നു, കഴിക്കണം, ടേസ്റ്റ് പറയണം. അതുപോലെ ഒന്ന്
വേവാനുണ്ട്. ഇത് നമുക്ക് ദം ചെയ്തിടാം, വേവട്ടെ, നല്ല തിളച്ചിട്ട് കാണിച്ചിടാം. അതിൻ്റെ ഇടയ്ക്ക് അലമ്പായിട്ട് കരണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് മാങ്ങായും ഈത്തപ്പഴവും കൂടെ മിക്സ് ചെയ്തുള്ള അച്ചാറാണ്. അപ്പോൾ ഇത് കുറച്ച് വേവണം. നമ്മൾ വിനെഗറും ഉപ്പും ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്, മാങ്ങായും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് വെന്ത് കിട്ടണം. അപ്പം നല്ലതുപോലെ വെന്ത് വരട്ടെ. അപ്പം വെന്തിട്ട് കാണാം നമുക്ക്. അപ്പൊ നല്ലതുപോലെ തിളച്ച് ആ വെള്ളം കണക്കിരിക്കുന്നതൊക്കെ മാറി നല്ലതുപോലെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ഐറ്റം ഉണ്ട് അച്ചാറിനകത്ത് ഇടുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായപ്പൊടി. കായപ്പൊടി മലയാളത്തിലൊന്നും എഴുതിയിട്ടില്ലേ? കായാപ്പൊടി. കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇപ്പം പറയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരിക്കണം. അതേപോലെ തന്നെ നമ്മളിത് കഴിക്കാനിരിക്കുമ്പോൾ പറയുന്നതായിരിക്കും എല്ലാം ഓരോരുത്തർക്ക് ഇച്ചിരി അച്ചാർ വെച്ച് കൊടുത്തിട്ട് അവരഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നിർത്തി കാണാം. അപ്പോൾ നമ്മളിട്ട മാങ്ങ ഈത്തപ്പഴം മിക്സ് ആയിട്ടുള്ള അച്ചാർ കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ഇടുവാണ്. കുറച്ചെടുത്തായിരുന്നു, വീഡിയോയുടെ കാര്യം വിട്ടുപോയിരുന്നു. അപ്പം സെറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട്. മാങ്ങ ഈത്തപ്പഴം മിക്സ് ചെയ്ത് അച്ചാർ. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ബിരിയാണി മേടിച്ചിട്ടുണ്ടോ. അപ്പോൾ അച്ചാർ കഴിച്ചിട്ട് എങ്ങനെയാണ് അഭിപ്രായം നമുക്കറിയാം. നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക. ബിരിയാണി അച്ചാർ ഇങ്ങനെയുണ്ട്. പുളിയും ഉപ്പും അതും ഇതൊക്കെ ഇങ്ങനെയുണ്ട്. രക്ഷയില്ലാത്ത പാകത്തിന് പുളി, പാകത്തിന് ഉപ്പ്, എല്ലാം സൂപ്പർ. ഇച്ചിരി പുളി മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ വിനാഗിരിയുടെ ഒക്കെ ടേസ്റ്റ് സൂപ്പർ. ചോറുമായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചോ. നമ്മൾ ഈ അച്ചാറിന്റെ കൂടെ കഴിക്കാനാണ് നമ്മൾ ബിരിയാണി മേടിച്ചത്. അത് തന്നെ, അതിന് വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. ബിരിയാണീൻ്റെ കൂടെ അച്ചാറില്ലെങ്കിൽ ഒരു ഇത് കാണത്തില്ല. അതുകൊണ്ട് അച്ചാറിൻ്റെ കൂടെ കഴിക്കാൻ ബിരിയാണി മേടിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേ നോക്കിയേ, അതെ അച്ചാറിൻ്റെ ലെവലാണ്. ഇത് അതെ ഈത്തപ്പഴമൊക്കെ കിടക്കുന്ന കിടപ്പുണ്ട്. അതെ കാരണം നല്ല വെന്ത് സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. കടി മാങ്ങ കടി, മാങ്ങ ഇങ്ങനെ കടിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ എന്ത് ജ്യൂസി ആയിട്ട് ഇങ്ങനെ പുളി ഇറങ്ങിയത്. ജ്യൂസി ആയിട്ട് ഓ വേറെ ലെവൽ കേട്ടോ. അതെ ആ ഈത്തപ്പഴമൊക്കെ വെന്തത് ഇങ്ങനെ ഇടയ്ക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ചവക്കാൻ നിർത്തി കിട്ടുന്ന ഒരു ഫീല് വേറെ ലെവലാണ്. അപ്പം നമ്മൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം. നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വെറുപ്പിക്കുന്നില്ല. ബൈ ബൈ.